കൂത്താട്ടുകുളം ടൗണിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന ടൗൺ തോടാണ് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലുള്ളത്. സെൻട്രൽ ജംഗ്ഷനിലെ ടൗൺ പാലം മുതൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വരെയും KSRTC സബ് ഡിപ്പോയ്ക്ക് സമീപമുള്ള കേബിൾ ഭവൻ കെട്ടിടത്തിന്റെ ഭാഗത്തുമാണ് തോട് കൂടുതലായി മലിനപ്പെട്ടിരിക്കുന്നത്. തോടിന് സമീപമുള്ള വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. വേനൽ ചൂട് കൂടിയതോടെ തോട്ടിലെ നീരൊഴുക്കും ക്രമാതീതമായി കുറഞ്ഞു. ഇതോടെ തോട്ടിൽ നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലായി കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. താമസ സ്ഥലങ്ങളിൽ നിന്നുമുള്ള അടുക്കള മാലിന്യത്തിനു പുറമെ ശുചിമുറി മാലിന്യവും തോട്ടിലേക്ക് തന്നെയാണ് ഒഴുക്കുന്നത്. ദിവസേന നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന നടപ്പുറം ബൈപ്പാസ് റോഡിലൂടെ മൂക്കുപൊത്തിയാണ് യാത്രക്കാർ കടന്നു പോകുന്നത്. കൂത്താട്ടുകുളം നിവാസികളെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാഴ്ചയും പുതിയ വാർത്തയുമല്ല. ഭരണം ഏത് തന്നെയായാലും ടൗൺ തോടിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. മാറി മാറി ഭരിച്ച കാലയളവിൽ പലതരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു ഭരണകർത്താക്കൾക്കും ആയിട്ടില്ല. കൂത്താട്ടുകുളത്തെ വ്യാപാരികൾ കൈകോർത്ത് മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹായത്തോടെ നടന്ന തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്ന്. മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾ പേരിന് മാത്രം നടന്നപ്പോൾ വ്യാപാരികളാണ് ചങ്കൂറ്റത്തോടെ പണം മുടക്കി തോടിന് ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കിയത്. പിന്നീട് ആ പദ്ധതി നഗരസഭ ഏറ്റെടുക്കുകയും KLDCയുടെ ഉൾപ്പെടെയുള്ള ഫണ്ട് ഉപയോഗിച്ച് തോടിന്റെ വശങ്ങൾ കെട്ടി വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ നഗരസഭ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ടൗൺ പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗം എല്ലാ കാലയളവിലും ഒരേ അവസ്ഥയിൽ തന്നെയാണ്. ആന്ത്രാക്സ് പോലുള്ള മാരക രോഗങ്ങൾ ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നതും ഈ തോട്ടിൽ നിന്ന് തന്നെയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലാണ് തോടിന്റെ പല ഭാഗത്തും ശുചിമുറി മാലിന്യം ഒഴുകി നടക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ അവസ്ഥയെക്കുറിച്ച് മനോരമയും മാതൃഭൂമിയും ദീപികയും മംഗളവും മാറി മാറി റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗങ്ങൾ വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് രോഗങ്ങൾ വരാതെ നോക്കുകയാണ് വേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഈ വാചകങ്ങൾ കേട്ട ശേഷം ഈ കാഴ്ചകളെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നാടിനൊപ്പം നന്മയ്ക്കൊപ്പം കൂത്താട്ടുകുളം ന്യൂസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം.